അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നൽകിയാലേ കൂടുതൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനത്തെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, കേൾക്കുക. ആ 3 കാര്യങ്ങൾ ഏതാണ് എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കേൾക്കുക. ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഒന്നാമത്തത് അറിവാണ്. നമുക്ക് മതപരമായിരിക്കുന്ന അറിവുണ്ടോ, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടോ, അത് മറ്റുള്ളവർക്ക് കൂടി നുകർന്നു കൊടുക്കുമ്പോഴാണ് ആ അറിവിന് മഹത്വം കൂടുന്നത്, ഉപകാരം ലഭിക്കുന്നത്. നാം ഒരു കാര്യം പഠിച്ച് ചെയ്യുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുത്ത് അവർ കൂടി ആ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മാധുര്യം കൂടുന്നതാണ്. നമുക്ക് അത് കാരണമായി കൂടുതൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നേടാനും കഴിയുന്നു. നമുക്ക് കഴിയുന്ന മാർഗങ്ങളിലൂടെയൊക്കെ നാം അറിവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം പണമാണ്, സമ്പത്താണ്. നിങ്ങളുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട് എങ്കിൽ അതർഹിക്കുന്ന പാവങ്ങളിലേക്ക് സ്വതക്ക നൽകുക, വേണ്ടപ്പെട്ടവരിലേക്ക് ഹദിയയായി നൽകുക. ഇങ്ങനെയൊക്കെ നൽകുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് മഹത്വവൽക്കരിക്കപ്പെടുന്നത്. പാവങ്ങൾക്ക് അതിൻ്റെ വിഹിതം ലഭിക്കുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് നമ്മുടേതായി മാറുന്നത്. അപ്പോൾ സ്വതക്കകൾ നാം ധാരാളമായി നൽകുക. പൂർണ്ണമായും സമ്പത്ത് നൽകി തീർക്കണമെന്നല്ല, ബാങ്കുകളിൽ അടുക്കി വെക്കാനാണ് നമുക്കൊക്കെ കൂടുതൽ ഇഷ്ടവും താല്പര്യവും എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഹദിയ നൽകുക, സ്വതക്ക നൽകുക, സക്കാത്ത് നൽകുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം, ചില ആളുകൾക്ക് അത് മനസ്സിനുള്ളിലുണ്ടാകും, പ്രകടിപ്പിക്കാൻ വലിയ മടിയായിരിക്കും. എന്നാൽ ചില ആളുകൾ അത് ധാരാളമായി പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും. മറ്റൊന്നുമല്ല, സ്നേഹമാണ്. സ്നേഹം ഉള്ളിലൊതുക്കി മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാതെ നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഭാര്യമാരോട് സ്നേഹം കാണിക്കാത്തവർ, ഭർത്താക്കന്മാരോട് സ്നേഹം കാണിക്കാത്തവർ, മക്കളോട് സ്നേഹം കാണിക്കാത്തവർ, മറ്റു ഇതര മനുഷ്യരോട്, നമ്മുടെ എല്ലാവരോടും നാം സ്നേഹത്തോടെ പെരുമാറണം. സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒതുക്കി നടക്കേണ്ട ഒന്നല്ല. എല്ലാവരോടും നാം സ്നേഹത്തോടെ പെരുമാറുമ്പോഴാണ് സ്നേഹം നമ്മിലുണ്ടായിട്ട് കാര്യമുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും നൽകിയാലേ അതിനുപകാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്കും നിങ്ങളൊരു സ്വതക്ക, ഒരു ഹദിയ, അറിവ് പ്രചരിപ്പിക്കുക എന്നുള്ള നിലക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.